കെ മാണി മാധ്യമങ്ങളെ കാണിക്കുകയാണ് ശബ്ദ സംരക്ഷണത്തിലേക്ക്. എന്താണ് അതൊക്കെ ഇവിടെ വെച്ചാണോ ഞാൻ പറയുന്നത്? UDP തുടരണോ, എവിടെ തുടരണം, എങ്ങനെ തുടരണം ഒക്കെയുള്ള കേരള കോൺഗ്രസ് നയപരമായ തീരുമാനങ്ങളാണ്. അത് പാർട്ടി കാലാകാലങ്ങളിൽ വേണ്ട സമയത്ത് നയപരമായ തീരുമാനങ്ങൾ എടുക്കും, അത്രയേ ഉള്ളൂ. നിർഭാഗ്യകരമായ നിർഭാഗ്യകരമായി പോയി, ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്ന് പറയുന്നു. അപ്പൊ പാർട്ടിക്കകത്ത് ഇത്ര വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു നടപടി എടുത്താൽ കോട്ടയം ഘടകത്തിനെതിരെ നടപടി ഉണ്ടാവും. അല്ല, ഞാനും പറഞ്ഞല്ലോ നിർഭാഗ്യകരമായി പോയെന്ന് ഞാനും പറഞ്ഞു. ഞാനും BJP തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഞങ്ങളുടെ ആ നിലപാട് തന്നെ എന്റെ നിലപാട് തന്നെയാണ് BJP നിലപാട്. കോൺഗ്രസിൽ നിന്ന് ഇത്രത്തോളം വിമർശനം ഉണ്ടായതിന്റെ ഒരു സാഹചര്യം കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. പ്രത്യേകിച്ച് അങ്ങേക്കെതിരെ ഈ ബാർക്കോഴ കേസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചതും ബജറ്റ് അവതരിപ്പിക്കാൻ അങ്ങേ അനുവദിക്കാതിരുന്നതും CPM ആണ്. അങ്ങനെയുള്ള ഒരു CPM-നോടൊപ്പം പ്രാദേശിക തലത്തിലാണെങ്കിലും ഇങ്ങനെ കൂട്ടുകൂടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് കേരള കോൺഗ്രസിനെ മുറിവേൽപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയും കേരളത്തിലില്ല. മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല, കോൺഗ്രസ് മുറിവേൽപ്പിച്ചിട്ടില്ലേ, മാർക്സിസ്റ്റ് പാർട്ടി മുറിവേൽപ്പിച്ചിട്ടില്ലേ, CPI മുറിവേൽപ്പിച്ചിട്ടില്ലേ? ആരാ? ലീഗ് മാത്രം, മുസ്ലിം ലീഗ് മാത്രം ഞങ്ങൾ തമ്മിൽ ഒരു കാലത്തും ബന്ധം വഷളായിട്ടില്ല. ബാക്കി എല്ലാ പാർട്ടികളുമായിട്ടുള്ള ബന്ധം എന്താ? ഞങ്ങളെ മുറിവേൽപ്പിക്കാത്തവർ വല്ലവരും ഉണ്ടോ? കാരണം ഈ മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞ വ്യക്തിപരമല്ലല്ലോ. ഞങ്ങളൊരു രാഷ്ട്രീയ ശക്തിയായി കേരളത്തിൽ എമർജ് ചെയ്യുന്നതിനെതിരെ പൊതുശത്രുക്കൾ രംഗത്ത് വരും. അത് രാഷ്ട്രീയത്തിലെ ഒരു ഏർപ്പാടല്ലേ. അപ്പം നമ്മളെ ഒരു പൊതുശത്രുവായിട്ട് കാണുന്നു. അത് അപ്പം ഞങ്ങളെ മുറിവേൽപ്പിച്ച് ആ മുറിവേൽപ്പിച്ച് ചോര വാർന്നൊഴുകി, എന്നാലും ധൈര്യം വിടാതെ ധീരമായി മുന്നോട്ട് പൊരുതി ശക്തി തെളിയിച്ച കേരള കോൺഗ്രസ് അല്ലേ ഇത്? അതുകൊണ്ട് തീയിൽ കുരുത്ത പാർട്ടി വെയിലത്ത് വാടുകയില്ല. എന്നാൽ കെ മാണി അഴിമതിക്കാരനെ വിളിക്കുകയോ അങ്ങയുടെ രാജിക്ക് വേണ്ടി വലിയ സമരം ചെയ്ത പാർട്ടിയാണ് CPM. അവരോട് എങ്ങനെ കൂട്ടുകൂടാൻ പറ്റും? അതേന്നെ, അതൊക്കെ അതാ ഞാൻ പറഞ്ഞത്. ഒരു കാലത്ത് നമ്മളെ എതിർത്തു എന്ന് അതാ ഞാൻ പറഞ്ഞത്. എല്ലാവരും നമുക്ക് കേരള കോൺഗ്രസിനെതിരായിട്ട് പ്രവർത്തിച്ചവരാ എല്ലാ രാഷ്ട്രീയ കക്ഷികളും. അപ്പോൾ കൂട്ടുകൂടുന്നതിനെ പണ്ട് നിങ്ങളെ ഉപദ്രവിച്ചവരല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതുമല്ല, തന്നെയുമല്ല, ഈ ചോദ്യം അപ്രസക്തമല്ല. ഇത് കൂട്ടുകൂടിച്ചാണോ? കേരള കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള കൂട്ടുകെട്ടല്ലത്. ഞങ്ങൾ ആ കൂട്ടുകെട്ടായിട്ടില്ല. ഇത് പ്രാദേശിക തലത്തിൽ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിൽ ഉണ്ടായ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായൊരു നടപടിയാണ്. അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എടുത്ത നയപരമായ നിലപാടല്ല, അതിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇതുള്ളതിന്റെ കാര്യം. ഇനി അതിനെപ്പറ്റി കൂടുതൽ കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഇന്നലെ പറഞ്ഞത് വിളവെടുക്കാറാകുമ്പോൾ ഇങ്ങോട്ട് UDF-ലേക്ക് വരണ്ട എന്നുള്ള കടുത്ത പരാമർശമാണ് കേരള കോൺഗ്രസ് എതിരെ. അതെ, കേരള കോൺഗ്രസിന്റെ അടുത്തത് ചിലവാകുമോ? കേരള കോൺഗ്രസ് അങ്ങനെ അപേക്ഷയുമായിട്ട് ആരുടെ മുമ്പിലും കുനിഞ്ഞു നിന്ന് ചരിത്രമുണ്ടോ? ഇപ്പം ആരുടെയെങ്കിലും മുമ്പ് അയ്യോ ഞങ്ങളെ കയറ്റണമേ, ഞങ്ങളെ മുന്നണിയിൽ കയറ്റണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് അങ്ങനെ നിൽക്കുന്നുണ്ടോ? അങ്ങനെ നിൽക്കാത്തൊരു പാർട്ടിയോട് ചുമ്മാ വെറുതെ പറഞ്ഞിട്ട് വലിയ ഇതുണ്ടോ? അതൊക്കെ ചുമ്മാ അന്തസാരവിഹീനമായ അല്പത്വമൊന്നല്ല എന്താ പറയുന്നത്. കേരള കോൺഗ്രസ് അങ്ങനെ ആരുടെയെങ്കിലും മുമ്പ് വന്നിട്ടുണ്ടോ? അങ്ങനെ അപേക്ഷ സമർപ്പിക്കാത്തൊരു പാർട്ടിയെ പറ്റി അയ്യോ ഞങ്ങൾ ഇടുക്കിയല്ല ഇങ്ങോട്ട് വരണ്ട എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അത് പാർലമെന്റ് കാണിക്കുന്നൊക്കെ ജനങ്ങളല്ലേ. കോൺഗ്രസ്സുകാർ പാർലമെന്റ് കാണണമെന്നുണ്ടെങ്കിലും കേരള കോൺഗ്രസിന് സഹായം വേണ്ടേ? ഞങ്ങൾ പാർലമെന്റിൽ പോകണമെങ്കിലും കോൺഗ്രസിന് സഹായം, ആരുടെയൊക്കെ സഹായം വേണം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അഹങ്കരിച്ചൊന്നും വർത്തമാനം പറയണ്ട. കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിന് സഹായം കോൺഗ്രസിനും, കോൺഗ്രസിന്റെ സഹായം കേരള കോൺഗ്രസിനും വേണ്ടി വരും. കേരള കോൺഗ്രസിന്റെ സഹായം കോൺഗ്രസിന് വേണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സഹായം കേരള കോൺഗ്രസിനും വേണ്ട. അത്രയോ. വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഈ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമോ? ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞ അവർക്ക് ഞാൻ കോൺഗ്രസ് വിരുദ്ധമൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ വിശദീകരിക്കുന്നത്? എന്തിനും ഒരു കാര്യം കൂടി, അതായത് മധ്യകേരളത്തിലെ കുറെ അധികം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും സഹകരണം നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസുമായിട്ടുള്ളത്. കോട്ടയത്തിന് തുടർച്ചയായിട്ട് ഈ ഇത്തരം ബാക്കിയുള്ള ഇടങ്ങളിലെ ബന്ധം മോശമാവില്ലേ? അതിനെക്കുറിച്ച് ഒരു ബന്ധം മോശമായാൽ അവിടെയും പോകും ഇവിടെയും പോകും, രണ്ടു കൂട്ടർക്കും നഷ്ടം ഉണ്ടാവും. അവിടെ രണ്ടു കൂട്ടരും റഷ്യയും കൊണ്ട് അമേരിക്ക തമ്മിൽ ഇടിക്കാതിരുന്നെന്താ? ഇടിച്ചാൽ 10-14 ഞങ്ങൾക്കും പോകും, 10-16 അവർക്കും പോകും. അപ്പോൾ മിണ്ടാതിരിക്കാൻ നല്ലത് ഈ കാര്യത്തിൽ. ഇതിലൊക്കെ വലിയ ഗൗരവം കൊടുത്തുകൊണ്ട് ഇപ്പം അടിയും പിടിയും തുടങ്ങാതിരിക്കാൻ നല്ലത്. കാരണം ഇതൊരു പ്രാദേശിക വിഷയമായിട്ട് വിസ്മരിക്കുക. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഞങ്ങൾ UDF-ന്റെ കൂടെയാ
നിൽക്കാൻ ആഗ്രഹിച്ചൊരു പാർട്ടിയാണ്. ഞങ്ങളൊരു നിർദ്ദേശം യു ഡി എഫിനെതിരായിട്ട് കൊടുത്തില്ല. യു ഡി എഫിനോട് കൂടി നിൽക്കണമെന്നായിരുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. പക്ഷേ ഇത് പ്രാദേശികമായി ഉണ്ടായ വികാരത്തള്ളലിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നുണ്ടായ ഒരു ശക്തമായ പ്രതിഷേധ പ്രതികരണമാണ് ഇവിടെ സംഭവിച്ചത്. ആ പ്രതിഷേധ പ്രതികരണം കോട്ടയം DCC ആണ് ഉത്തരവാദി. അവർ ചുമ്മാതെ കേരള കോൺഗ്രസിന് സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസിന്റെ പുലഭ്യം പറഞ്ഞാൽ കേരള കോൺഗ്രസിന് സപ്പോർട്ട് കിട്ടൂ. ഇതാർക്കറിയാൻ മേലാത്തത്? പാർട്ടിയിൽ ഇന്ന് PJ ജോസഫ് ഇന്നലെ മോൻസ് ജോസഫ് അടക്കമുള്ള ഒരു അഭിപ്രായം പറഞ്ഞതിനെ തുടർന്ന് പാർട്ടിയിൽ ഒരു ഭിന്നത ഒഴിവാക്കാനാണോ അങ്ങ് ഇത്ര നിലപാട് മയപ്പെടുത്തുന്നത്? എന്ത് പാർട്ടിയിലോ എന്ത് സ്നേഹം കൊണ്ടാ? പാർട്ടിക്ക് അത് ഭിന്നതയുണ്ടോ? ഭിന്നത ഒഴിവാക്കാൻ ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട്. അവരുടെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിലൊരു പിന്തുണ വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്നാണ് മറ്റു നേതാക്കളൊക്കെ. ഞാനത് പറഞ്ഞത് ഞാൻ നിർത്തുകയാണ്. ഇനി ഇതിനെപ്പറ്റി വീണ്ടും ചോദിച്ചിട്ട് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു. അവിടെ ഉണ്ടായത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. പാർട്ടി നേതൃത്വത്തിൻ്റെ ആലോചനയോടുകൂടിയല്ല, ഞങ്ങളുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്നാൽ കോട്ടയം DCCയുടെ പരിഹാസ്യവും അധിക്ഷേപവും കേട്ട് വേദനിച്ച പാർട്ടി പ്രവർത്തകരുടെ പ്രതികരണമാണിത്, പ്രാദേശിക പ്രതികരണമാണിത്. അതിനിപ്പോൾ അവരെ കുറ്റമൊന്നും ഞാൻ പറയാനൊക്കില്ല. ഞാനത് ഉൾക്കൊള്ളുന്നു, ഞാനത് തള്ളുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഇതാണ് സംഭവിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള കോൺഗ്രസ് ഏതെങ്കിലും ഒരു മുന്നണി പ്രവേശനം ഉണ്ടാവും? എന്താ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം? എന്താ ലോക്സഭയും മുന്നണി പ്രവേശനമായിട്ട് ഇത് വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ല. KC ജോസഫ് ഇന്നലെ അസന്നിഗ്ധമായ ഒരു കാര്യം പറഞ്ഞു. KM മാണിയും ജോസ് കെ മാണിയും ഇനി UDFന്റെ ഭാഗമായി ഉണ്ടായില്ല. ഇത് തറപ്പിച്ചാണ് ഇന്നലെ. ഞാനത് പറഞ്ഞില്ലേ, ഞാൻ ആരാ ഇത് അപേക്ഷയുമായിട്ട് നിൽക്കുന്നത്? UDFന്റെ ഭാഗമായി വേണമെന്നും പറഞ്ഞു ഞങ്ങളെല്ലാം അപേക്ഷ, അയ്യോ ഞങ്ങളെ തള്ളരുതേ, ഞങ്ങളെ ഭാഗമാക്കി നിലനിർത്തണമേ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു നിലപാടും കണ്ടോ? ഞങ്ങളുടെ നിലപാടുണ്ടോ? ഇല്ല. ഞങ്ങളെ വേണമെന്നുണ്ട്, ഓക്കെ. വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് പൊരുത്തിക്കളയാം. വേണമെങ്കിൽ നമുക്ക് സൗമനസ്യമായിട്ട് പോകാം, സ്നേഹമായിട്ട് പോകാം. ഞങ്ങൾ ആൻറ്റി UDF അല്ല, ഞങ്ങൾ ആൻറ്റി കോൺഗ്രസ് അല്ല. വേണമെങ്കിൽ ഒന്നിച്ചു പോകാം, പക്ഷെ ഞങ്ങളെ ഇട്ട് ചൊടിപ്പിക്കരുത്. ഇത്രയേ ഉള്ളൊരു കാര്യം. എന്തിനാ ആ ചോദ്യം ഒന്നും ആവശ്യമില്ല. UDFിലേക്ക് പോവില്ലയോ? അതൊക്കെ പാർട്ടി നയപരമായ തീരുമാനങ്ങളാണ്. അഗസ്തി പറഞ്ഞത് അങ്ങ് ആദ്യം വിപ്പ് കൊടുക്കാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വിപ്പ് കൊടുക്കണ്ടെന്ന് അങ്ങ് തന്നെ പറഞ്ഞു എന്നാണ് അഗസ്തി രാവിലെ പറഞ്ഞിട്ടുള്ളത്. ഞാനിങ്ങനെ കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാര് പറയുന്നതല്ല എനിക്കിപ്പം മറുപടി പറയാൻ ഇല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് കൂടുതൽ അതൊക്കെ ജോസ് കെ മാണിക്കെതിരായിട്ടുള്ള അജണ്ട ആർക്കെങ്കിലും കാണും. അതിനെല്ലാം ജോസ് കെ മാണി അതുപോലെ അറിയുന്നുണ്ടോ? ജോസ് കെ മാണി അല്ല, അവൻ ലണ്ടനിലിരിക്കുക. ലണ്ടനിലിരിക്കുന്നത് ജോസ് കെ മാണിയാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം. അത് ജോസ് കെ മാണിക്കെതിരായ അജണ്ടയുള്ള ആരെങ്കിലും എല്ലാം ജോസ് കെ മാണി അവൻ ഭയങ്കരനാണ് കേട്ടോ എന്ന് വരുത്താൻ എല്ലാവർക്കും രാജ്യത്തും കോട്ടയത്തൊക്കെയുള്ള ആൾക്ക് ജോസ് കെ മാണി ആരാണെന്നറിയാം. അവൻ മാന്യമര്യാദയായിട്ട് നടക്കുന്നവനും ഒരു തത്വങ്ങളൊക്കെ പാലിച്ച് നടക്കുന്നവനും ഒക്കെയാണ്. സത്യസന്ധമായ രാഷ്ട്രീയമാണ് ജോസ് കെ മാണിയുടേത്. എനിക്കതിൽ അഭിമാനമുണ്ട്. So, one last question. So, considering CPM, I don't mind my language, I'm sorry. Considering the fact that CPM was against you once, but now they are trying to hold hands with you. Do you think that the LDF is trying to expand their territory, since you are also well versed in considering Kerala Congress? I did not follow. So, Kerala Congress പറയുന്നത് certain religion constituency ആണെങ്കിലും കോട്ടയത്തെ എക്സ്പാൻഡ് ചെയ്യാൻ LDF ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസ് LDF ഞങ്ങളെ കൊണ്ടുപോകാൻ, ഞങ്ങളെ ആർക്കെങ്കിലും ഹൈജാക്ക് ചെയ്യാൻ ഒക്കുമോ? ചുമ്മാ ഇങ്ങനെ പറ്റിച്ചോണ്ട് പോകാൻ ഒക്കുന്നു? നല്ല വിവേകമുള്ള പാർട്ടിയിലായിരുന്നു, തിരിച്ചറിവുള്ള പാർട്ടിയിലേ കേരള കൊണ്ടുപോകും. ഇതിനെ ഹൈജാക്ക് ചെയ്യാനായിട്ട് ഒക്കുമോ? ഞങ്ങൾ വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട. അത് ഞങ്ങൾ പാർട്ടി തീരുമാനം എടുക്കുന്ന നയപരമായ എത്രയുള്ളൊരു കാര്യം. ഞങ്ങൾ ഞാൻ അതിൻ്റെ കാര്യം വെളിപ്പെടാം. അന്ധമായ വിരോധം ആരോടുമില്ല, അസ്പൃശ്യത ആരോടുമില്ല, അന്ധമായ വിരോധം ആരോടുമില്ല. എന്നാൽ അടുപ്പവും ഇതുപോലെ തന്നെ അന്ധമായ അടുപ്പവും ആരോടുമില്ല. ഞാൻ പറയട്ടെ, ഓരോന്നും ഓരോ സമയത്തും ശരി ഏത് തെറ്റേത് എന്ന് വിവേചിച്ച് നോക്കി
ശരിയുടെ ഭാഗത്ത് എപ്പോഴും കേരള കോൺഗ്രസ് നിൽക്കും. CPI എപ്പോഴും ഉണ്ടല്ലോ, ആദ്യം മുതലേ CPIക്ക് ഭയപ്പാടുണ്ട്. കേരള കോൺഗ്രസ് അങ്ങോട്ട് വരുവോ. ഞങ്ങളങ്ങോട്ട് ചെന്നാൽ CPIക്ക് ഇപ്പോൾ ഉള്ളോരോ സൗകര്യങ്ങൾ കുറയും, ചെറിയ ഗ്രേഡ് കുറയും, അത്രയോ സ്ഥാനങ്ങൾ അല്പം കുറയുന്നു വരും. അപ്പോൾ അതിൻ്റെ ഒരു ഭയപ്പാടാണ്. ഞങ്ങൾ വരല്ലേ എന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പറയട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നു എന്ന് ഭയപ്പെടേണ്ട എന്നാണ് ഞാൻ CPIക്കാരോട് പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നു എന്ന് വെറുതെ ഭയപ്പെടേണ്ട. ചുമ്മാ നമ്മൾ നിഴൽ കണ്ടോണ്ട് പാമ്പാന്ന് വിചാരിക്കുന്ന പോലെ കയറ് കണ്ട രാത്രിയിൽ കയറ് കാണും പാമ്പ എപ്പോഴയ്യോ കേരള കോൺഗ്രസ് വരുവോ ഇങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ അങ്ങനെ അപേക്ഷയായിട്ട് വരുന്നില്ല, നിൽക്കുന്നുമില്ല. അതാണ് ഈ പറഞ്ഞത്. ആർക്കാണ് ഈ നിർബന്ധം? കേരള കോൺഗ്രസിനെ വേണ്ടെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അപേക്ഷയായിട്ട് അയ്യോ ഞങ്ങളെ വേണമെന്ന് പറയല. അങ്ങനെ ഒരു ദൗർബല്യം കേരള കോൺഗ്രസിനില്ല. സ്വന്തം കാലിൽ നിന്ന് പൊരുതിയ കേരള കോൺഗ്രസ് ശക്തിയുള്ളത് കൊണ്ടാണ്. ശക്തിയുള്ളവരുമായിട്ട് കൂട്ടുകൂടാൻ ധാരാളം ആളുകളുണ്ട്. ശക്തിയുള്ളവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ കൂട്ടിയല്ല കണ്ടോട്ടെ എന്ന് വല്ല വീമ്പ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വിജയാനസ്ഥയുടെ രാജി സ്വീകരിക്കേണ്ട കാര്യമില്ല. സാറ് ഒരു വികാരപരമായിട്ട് പെട്ടെന്നൊരു വിഷമത കൊണ്ട് അവസാനം രാജി, അത് വേറെ കാരണങ്ങളാണ്, രാജിവെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇല്ല, രാജി സ്വീകരിച്ചിട്ടില്ല. എൻ്റെ പിന്നെ ഒറ്റയ്ക്കും കേരള കോൺഗ്രസ് നിന്നിട്ടുണ്ടല്ലോ. 67, 65, 67, 70 ഇതൊക്കെ ഒറ്റയ്ക്ക് നിന്നല്ലേ കേരള കോൺഗ്രസ് ശക്തി തെളിയിച്ചില്ലേ? 77 കൂട്ടുകെട്ടിലേക്ക് വരുന്നത്. എന്നേ രാഷ്ട്രീയ സാഹചര്യം മാറിയാലും കേരള കോൺഗ്രസ് അസ്തിത്വമുണ്ട്. സീറോ ആകുന്ന പാർട്ടിയല്ല, ഒരു സീറോ പാർട്ടിയല്ല കേരള കോൺഗ്രസ്. അതിന് ഒരാളുണ്ടെങ്കിലേ നമുക്ക് തിരഞ്ഞെടുപ്പുള്ളൂ എന്ന് അർത്ഥമൊന്നും ആക്കണ്ട. കേരള കോൺഗ്രസ് സ്വന്തമായി നിലനിൽപ്പും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തിയുണ്ട്. കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കാനുള്ള ആളുകളുമുണ്ട്, ജനങ്ങളുമുണ്ട്, കർഷകരുമുണ്ട്. കർഷക പാർട്ടിയാണ് കേരള കോൺഗ്രസ്. കർഷകരുടെ താല്പര്യങ്ങളാണ് പ്രധാനമായും. ജനതാല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്. വികസന സംസ്കാരമുള്ള പാർട്ടിയാണ്. വികസന സംസ്കാരമുള്ള പാർട്ടി ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ജനങ്ങളാണ് അധിപന്മാരല്ലാതെ രാഷ്ട്രീയ കക്ഷികളല്ല. ജനങ്ങൾ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ അറിയാം. ജനങ്ങൾ വോട്ട് ചെയ്യും. ജനങ്ങൾ വോട്ട് ചെയ്താൽ ഞങ്ങൾ ജയിക്കും, അത്രയേ ഉള്ളൂ. ഈ കേന്ദ്രത്തിൽ ഈ റബ്ബറിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു നയമോ ഇല്ലെങ്കിൽ റബ്ബർ കർഷകർക്ക് വേണ്ടി ഒരു പാക്കേജ് ഒന്നും പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് BJP സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഉണ്ട്. അത് വളരെ മോശമായി പോയി. BJP സർക്കാരിൻ്റെ നിലപാട് വളരെ മോശമാണ്. അവർക്ക് ഇവിടുത്തെ റബ്ബർ കർഷകരെന്ന് പറഞ്ഞാൽ UDF പിൻബലമുള്ളവരാണ് എന്നുള്ള അവർക്കറിയാം. അപ്പോൾ റബ്ബർ കർഷകരോട് അവർക്ക് താല്പര്യമില്ലാത്തത് വളരെ മോശമാണ്. അതൊക്കെ അതിൻ്റെ ഫലം അനുഭവിക്കത്രേ പറയാനുള്ളൂ. BJPക്കാർ നിലപാട് മാറ്റണം. BJPക്കാർ കേരളത്തിലെ കർഷകരുടെ താല്പര്യങ്ങൾ പരീക്ഷിക്കണം. കേന്ദ്ര ഗവൺമെൻറ്, മോഡി ഗവൺമെൻറ് ഇത് കർഷക താല്പര്യങ്ങൾ പരീക്ഷിക്കാൻ മുന്നോട്ട് വരണം. അതുകൊണ്ട് റബ്ബർ നയം ഉണ്ടാക്കണം. അതെനിക്ക് തോന്നുന്നില്ല മോഡി അറിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാ ഞാനിപ്പോൾ അതിനൊക്കെ ഉത്തരം ബാലകൃഷ്ണനുള്ള പാർട്ടി ഇതൊക്കെ ഞാൻ എന്തിനാ ഇവിടെ ഇരുന്ന ഞാൻ എന്തിനാ ഇതൊക്കെ കുറ്റം പറയുന്നത്? എന്ത് കാര്യം ബാലകൃഷ്ണനോട് ചോദിക്കുന്നത്? ഏത് മുന്നണി കിട്ടിയത്? ഇടത് മുന്നണി കിട്ടിയതെന്ന് ഞങ്ങൾ മുന്നണിയിൽ നിന്ന് പോകുന്നു പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇടത് മുന്നണി പോകുന്ന ആരെങ്കിലും പറഞ്ഞോ? ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്, വായിക്കരുത്. ഇടത് മുന്നണി പോകുമെന്ന് പറഞ്ഞില്ല. ഇടത് മുന്നണിയിലേക്ക് പോകാനുള്ള ഒരു ഇതാണ് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് പ്രാദേശിക തലത്തിൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ നടന്നു, ബാക്കിയുള്ള പഞ്ചായത്തുകളിലൊക്കെ ഇതുപോലുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. അപ്പോഴും അവരുടെ പ്രാദേശികമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുക്കുമോ കാര്യങ്ങൾ? എന്താണ് ഇതൊക്കെ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്?
1987 ഇന്ന് ഇതിനെ എതിർത്ത ജോഷി ഫിലിപ്പ് തന്നെ, കോട്ടയം ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന ജോഷി ഫിലിപ്പ് തന്നെ 1987 88 വാകത്താനത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഭരിച്ചില്ലേ? 97 വാകത്താനത്ത് LDF പിന്തുണയോടുകൂടി ജോഷി ഫിലിപ്പ്, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ഭരിച്ചത് ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ ഈ ചരിത്രത്തിൽ പുറകോട്ട് പോയാൽ ആർക്കും ഇല്ലപ്പാ മൂക്കെന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഓരോരുത്തർക്കും നമ്മളെ ചരിത്രമുണ്ട്. അല്ല, അതുകൊണ്ടായി ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് CPM മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉമ്മാക്കി കാണിച്ചത് ഞങ്ങളെ പേടിപ്പിക്കണ്ട. മാർക്സിസ്റ്റ് പാർട്ടിയെ ഉമ്മാക്കിയൊന്നും കാണിക്കണ്ട, എല്ലാവർക്കും അറിയത്. അതുകൊണ്ട് ഇതൊക്കെ ഓരോ കാര്യങ്ങൾ ഓരോ പ്രാദേശിക തലങ്ങളിൽ ഓരോ കാര്യങ്ങൾ അന്നന്ന് ഓരോ നടപടികളുണ്ടാവും ഓരോ പ്രദേശത്ത്. സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഒരു തിരിച്ചടിയായിട്ടാണ് ഈ ഒരു മൂവ്, ലൈക്ക് ടു യുവർ ഓൺ പാർട്ടി സപ്പോർട്ടഡ് ഫോർ 40 years. അതെ, ഞാൻ ദൂരെ വ്യക്തത മനസ്സിലാകുന്നില്ല അതാ പറഞ്ഞത്. കേരള കോൺഗ്രസിനെ ഏറ്റവും അധികം ദ്രോഹിച്ചത് CPM ആണോ കോൺഗ്രസ് ആണോ? എല്ലാവരും ദ്രോഹിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഇവിടെ ദ്രോഹിച്ചവരോട് നമുക്ക് പിണക്കമില്ലല്ലോ. ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള രാഷ്ട്രീയ ഫിലോസഫിയാണ് ഞങ്ങൾക്കുള്ളത്. PJ ജോസഫിന് മാത്രം മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറഞ്ഞ ദൗർഭാഗ്യകരമെന്നാണ്. അത് ഞാനും പറഞ്ഞ ദൗർഭാഗ്യകരമെന്നാണ്. ആരോട്? അതിന്റെ സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉൾക്കൊള്ളുന്നു, അത് ഏറ്റെടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഏതാ എന്തിനങ്ങനെ? ജോസഫ് ഞാനുമായിട്ട് വലിക്കുകയൊന്നും വേണ്ട. ജോസഫും ഞാനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ജോസഫിന്റെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്, തന്നെയാണ് ജോസഫിന്റെ നിലപാട്. ഇത് വാസ്തു നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഇത് സ്റ്റേറ്റ് പാർട്ടിയുടെ നിലപാടോ നയപരമായ നിലപാടല്ല. പക്ഷെ അതിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് അത് ഉൾക്കൊള്ളുന്നു. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനം, ഞാൻ പറയാത്തത് കയറി പറഞ്ഞിട്ട് വല്ല കാര്യവും. അതൊക്കെ ചേരും. ഇതിനായിട്ട് ഇപ്പോൾ അടിയന്തരമായിട്ട് ചേരേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ ചേരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നീക്കം ദൗർഭാഗ്യകരമായി പോയെന്നാണ് KM മാണിയുടെ പ്രതികരണം. കോട്ടയം DCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനപരമായ നടപടികൾ മൂലം പാർട്ടി പ്രവർത്തകരുടെ ഒരു തീരുമാനമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയത്. അതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു, എല്ലാം താൻ ഉൾക്കൊള്ളുന്നു എന്നാണ് KM മാണിയുടെ പ്രതികരണം. PJ ജോസഫുമായി യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല, ഈ പാർട്ടിയിൽ ഭിന്നതയില്ല എന്ന് KM മാണി ആവർത്തിച്ചു പറയുകയാണ്. അതോടൊപ്പം തന്നെ UDF പ്രവേശനത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് കൂടി മയപ്പെടുത്തിയിരിക്കുകയാണ്. ശത്രുവിന് ആരോടും അന്ധമായ വിരോധമോ ദേഷ്യമോ അല്ലെങ്കിൽ അന്ധമായ സ്നേഹമോ ഇല്ല എന്ന് വീണ്ടും KM മാണി ആവർത്തിച്ചിരിക്കുകയാണ്. തങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ തികച്ചും തങ്ങൾക്കെതിരെയുണ്ടായ ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഇത്തരത്തിൽ പാർട്ടി ഉയർത്തെഴുന്നേറ്റ് വരുന്നതിന്റെ ദേഷ്യം തോന്നുന്നവർ മാത്രമാണ് ഇത്തരത്തിലുള്ള നടപടികൾക്ക് പിന്നിൽ. ദിനകർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ദിനകർ, കോട്ടയത്തു നിന്നുണ്ടായ രാഷ്ട്രീയ നീക്കം അതിന്റെ ഉത്തരവാദിത്തം മാണി ഏറ്റെടുത്തിരിക്കുന്നു, എങ്കിലും നീക്കം ദൗർഭാഗ്യകരമായി പോയെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കൂടുതൽ വിവരങ്ങൾ. ഗ്രീഷ്മ, തീർച്ചയായും കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായ സംഭവം തീർത്തും നിർഭാഗ്യകരമായ സംഭവമാണ്. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടുകൂടി അല്ല ഇത്തരത്തിൽ അവിടെ പിന്തുണ ലഭിച്ചത്, അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ല ഇത്തരത്തിൽ ഒരു തീരുമാനം അവിടെ ഉണ്ടാവുകയും പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നിരുന്നാൽ പോലും അതിന്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാവാൻ കാരണം കോട്ടയം DCC ആണ് എന്നാണ് KM മാണി ആരോപിക്കുന്നത്. കോട്ടയത്ത് കേരള കോൺഗ്രസിനെ അധിക്ഷേപിച്ചും പരിഹസിച്ചുമാണ് കോട്ടയം DCCയുടെ പ്രവർത്തനം. അതിൽ ഉന്നത ഹൃദയരായ കേരള കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിച്ചു. അതിന്റെ ഒരു പ്രതിഫലനമാണ് കോട്ടയത്ത് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിരുന്നാൽ പോലും സാഹചര്യങ്ങൾ ആലോചിക്കുമ്പോൾ
അവിടുത്തെ കേരള കോൺഗ്രസ് പ്രവർത്തകരെയും പാർട്ടി നേതൃത്വത്തെയും തള്ളിപ്പറയുകയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അത്തരം നടപടി എടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഈ കാര്യങ്ങൾ താൻ പ്രാദേശികമായി ഇത്തരം ചില നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നു എന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. CPM-മായി കൂട്ടുകൂടാത്തവർ ആരാണ് ഉള്ളത് എന്ന ഒരു ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. CPM-നെ തൊട്ടുപോയി എന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ ഇത്തരം നീക്കുപോക്കുകൾ പല പാർട്ടികളും തമ്മിൽ ഉണ്ടാക്കാറുണ്ട്. അത് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അത് വലിയ ഒരു അപരാധമായി കോൺഗ്രസുകാർ കാണേണ്ട സാഹചര്യം ഇല്ല. കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിൽ ഒരു കരാർ ഞങ്ങൾ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടില്ല. കാരണം UDF മുന്നണിയിൽ നിന്നും തങ്ങൾ പുറത്ത് പോയ സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങളെ വിരട്ടേണ്ട കാര്യം ഇല്ല കോൺഗ്രസിന് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. UDF-ന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് തങ്ങളെ വിരട്ടേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കോട്ടയം DCC വിലക്ക് വാങ്ങിയതാണ് ഈ നടപടി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. UDF-ൽ നിൽക്കണം എന്ന് തന്നെയായിരുന്നു തന്റെ ആഗ്രഹം എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്നാലും സാഹചര്യങ്ങൾ അങ്ങനെ അല്ലാതാക്കി തീർക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അന്ധമായ വിരോധമോ അടുപ്പമോ ആരോടും ഇല്ല. തങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. CPI-ക്ക് ഭയപ്പാടുണ്ട്. കേരള കോൺഗ്രസ് LDF-ൽ എത്തുമോ എന്നത് CPI വല്ലാതെ ഭയക്കുന്നു. കാരണം അങ്ങനെ സംഭവിച്ചാൽ അത് അവർക്ക് വലിയ ക്ഷീണമുണ്ടാകും. അവർക്ക് പല സ്ഥാനമാനങ്ങളും നഷ്ടമാകും. അത്തരത്തിൽ ഒരു നിലപാട് നിലവിൽ ഇല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. LDF-ലേക്ക് പോകുന്ന പ്രശ്നം ഇപ്പോൾ നിലവിൽ ഉദിക്കുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഗ്രീഷ്മ, ദിനകർ, UDF-ലേക്കുള്ള മടങ്ങിപ്പോക്കിനെ കുറിച്ച് ആവർത്തിച്ച് ചോദ്യമുണ്ടായി. അദ്ദേഹം ഒരു നിലപാട് മയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു മാണിയുടെ പ്രതികരണം. ആരോടും അന്ധമായ വിരോധമോ സ്നേഹവുമില്ല, ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്നതാണ് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് എന്നതായിരുന്നു മാണിയുടെ പ്രതികരണം. UDF-ലേക്കുള്ള മടങ്ങിപ്പോക്കിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഗ്രീഷ്മ, തീർച്ചയായും അത് അത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചു മാധ്യമപ്രവർത്തകർ. നിലവിൽ അത്തരത്തിൽ ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. UDF-ലേക്ക് നിലവിൽ ഇല്ല. കാരണം അത് നേരത്തെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. എന്നാൽ പോലും ആരോടും അന്ധമായ വിരോധമോ അല്ലെങ്കിൽ അടുപ്പമോ ഇപ്പോൾ ഇല്ല എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നിരുന്നാൽ പോലും ശക്തമായ ഭാഷയിൽ UDF-നെ തള്ളിപ്പറയാൻ ഇപ്പോൾ KM തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതേസമയം കോൺഗ്രസിലെ നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾക്ക് ഓരോരുത്തർക്കായി മറുപടി പറയാൻ താനില്ല. അതിന് അർഹതയുള്ളവർ കോൺഗ്രസ് ഇല്ല എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ദിനകർ, PJ ജോസഫുമായി യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങളുടെ നിലപാട് ഒന്ന് തന്നെയാണ്. ഭിന്നത പാർട്ടിയിലില്ല. ഭിന്നത ഒഴിവാക്കാനാണ് തന്റെ നടപടി എന്നാണ് മാണിയുടെ പ്രതികരണം. അതായത് കേരള കോൺഗ്രസിൽ ഒരു ഭിന്നതയുണ്ട് എന്ന കാര്യത്തിൽ ഏറെക്കുറെ അദ്ദേഹം സമ്മതിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? ഗ്രീഷ്മ, നിലവിൽ കേരള കോൺഗ്രസിൽ യാതൊരു വിധത്തിലുള്ള ഭിന്നതയും ഇല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. PJ ജോസഫിന്റെ നിലപാട് തന്നെയാണ് തനിക്കും ഉള്ളത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോട്ടയത്ത് നടന്ന സംഭവം തീർത്തും നിർഭാഗ്യകരമായി പോയി എന്നാണ് PJ ജോസഫ് വ്യക്തമാക്കിയത്. അത് പാർട്ടിയിൽ ആലോചിച്ചല്ല, ചരൽക്കുന്ന് ക്യാമ്പിലെ തീരുമാനപ്രകാരമായിരുന്നില്ല ഇത്തരത്തിലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് എന്നും PJ ജോസഫ് പറഞ്ഞിരുന്നു. അതേ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ KM മാണിയും ചോദ്യത്തിന് മറുപടിയായി നൽകിയത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ രാഷ്ട്രീയ നീക്കം ദൗർഭാഗ്യകരമായി പോയെന്ന് KM മാണി.